ജൂലൈ മാസം വരാൻ പോകുന്ന സ്മാർട്ട് ഫോണുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായി ഒപ്പോ റെനോ 12 സീരീസിലെ ഫോണുകൾ. ഒപ്പോ റെനോ 12, ഒപ്പോ റെനോ 12 പ്രോ എന്നീ രണ്ട് ഫോണുകളാണ് ജൂലൈ മാസം വരാൻ പോകുന്നത്. സ്പെസിഫിക്കേഷനിലേക്ക് വന്നാൽ ഡയമൻസിറ്റി 7300 പ്രോസസ്സറാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. 12GB റാമും 256GB പിന്നെ 512GB സ്റ്റോറേജ് ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. LPDDR4X ആണ് റാം. UFS 3.1 ആണ് സ്റ്റോറേജ് ടൈപ്പ്. 6.7 ഇഞ്ചിന്റെ ക്വാഡ് HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. 2500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടാവും ഈ ഡിസ്പ്ലേക്ക്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഫോണിന് നൽകിയിരിക്കുന്നത്. റിയർ സൈഡിൽ 50MB OIS സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ക്യാമറയും 50MB തന്നെ സെക്കൻഡറി ക്യാമറയും 8MB തേർഡ് ക്യാമറയുമാണ് ഫോണിലുള്ളത്. 50MB സെൽഫി ക്യാമറയാണ് സെൽഫി ഫോട്ടോകൾ എടുക്കാനായി തന്നിരിക്കുന്നത്. 5000mAh ബാറ്ററിയാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. 2.5 GHz ഇതിന്റെ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത്. ഒരു ക്യാമറ ഫോൺ എന്ന രീതിയിൽ മാത്രം കൺസിഡർ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം 35,000 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ആ വിലക്ക് ഈ ഫോൺ വൃത്തിയായി തോന്നുന്നില്ല. അടുത്തതായി iQOO Z9 ടർബോ. സ്പെസിഫിക്കേഷനിലേക്ക് വന്നാൽ 8S Gen 3 ആണ് പ്രോസസ്സർ. 12GB റാമും 256GB ഇന്റേണൽ സ്റ്റോറേജുമാണ് ഫോണിനുള്ളത്. 6.78 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഫോണിൻ്റേത്. അത് 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഫോണിലുള്ളത്. റിയർ സൈഡിൽ 50MB മെയിൻ സെൻസറും 8MB അൾട്രാ വൈഡ് ആംഗിൾ സെൻസറുമാണ് ഉള്ളത്. 60 മെഗാപിക്സലിന്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ് സെൽഫി ഷൂട്ട് ചെയ്യാൻ തന്നിരിക്കുന്നത്. 6000mAh വലിയൊരു ബാറ്ററിയാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഗെയിമിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യാവുന്ന ഒരു നല്ലൊരു ഡിവൈസായി തോന്നുന്നു iQOO Z9 ടർബോ. അടുത്തതായി Vivo X100 Ultra. Vivo X100 Pro എന്ന ഫോണിന്റെ അടുത്ത അപ്ഡേറ്റഡ് വെർഷനാണ് Vivo X100 Ultra. സ്പെസിഫിക്കേഷനിലേക്ക് വന്നാൽ 6.78 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 3000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് തരുന്ന ഡിസ്പ്ലേ ആണ് ഫോണിൻ്റെത്. Snapdragon 8S Gen 3 ആണ് പ്രോസസ്സർ. 12GB റാം 256GB ഇന്റേണൽ സ്റ്റോറേജും ഉണ്ട്. റാം വേരിയന്റ് LPDDR5X UFS 4.0 ഇന്റേണൽ സ്റ്റോറേജുമാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഫോണിനുള്ളത്. 200 മെഗാപിക്സലിന്റെ ഒരു മെയിൻ സെൻസറും 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡും 50 മെഗാപിക്സലിന്റെ തന്നെ ടെലിഫോട്ടോ ക്യാമറയാണ് ഫോണിലുള്ളത്. 50 മെഗാപിക്സലിന്റെ തന്നെയാണ് സെൽഫി ഷൂട്ടറും. 5000mAh വലിയൊരു ബാറ്ററിയാണ് ഫോണിനുള്ളത്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് 1 lakhന്റെ മുകളിലോ അതിന്റെ താഴെ വരാൻ ചാൻസ്. അടുത്തതായി റിയൽമിയുടെ GT Neo 6. സ്പെസിഫിക്കേഷനിലേക്ക് വന്നാൽ സ്നാപ്ഡ്രാഗൺ 8S Gen 3 ആണ് പ്രോസസ്സർ. 12GB റാമും 256GB ഇന്റേണൽ സ്റ്റോറേജുമാണ് ഉള്ളത്. 6.78 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഫോണിലുള്ളത്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 4500 നിറ്റ്സ് ഡിസ്പ്ലേ ആണ് റിയൽമി GT Neo 6ൻ്റേത്. ഈ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. 50MB മെയിൻ സെൻസറും 8MB അൾട്രാ വൈഡ് ആംഗിളും 50MB തന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഫോണിൽ നൽകിയിരിക്കുന്നത്. 32 മെഗാപിക്സലായിരിക്കും ഫ്രണ്ട് ക്യാമറ. 5400mAh വലിയൊരു ബാറ്ററിയും ഫോണിനുണ്ട്. ഈ ഫോൺ തികച്ചും ഗെയിമേഴ്സിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജൂലൈ മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകൾ. ഇനിയും ഫോണുകൾ വരാനുണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ബൈ.